അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ളവരെ, നമ്മളെ ഇന്ന് മയദിന്റെ കീഴിലുള്ള മാജിക്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിലാണ് ഉള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ കുട്ടികൾ കഴിഞ്ഞ 15 ദിവസമായിട്ട് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്നു. അതിലൂടെ ഇവരുടെ ഇംഗ്ലീഷ് ഒരുപാട് ഡെവലപ്പ് ആയിട്ടുണ്ട് എന്ന് ഇവിടുത്തെ മെന്റേഴ്സ് ഒക്കെ നമ്മൾ അറിയിച്ച സമയത്ത് ഇവിടെ വന്നതാണ്. അപ്പൊ ഇതിനെന്തൊക്കെ ട്രിക്സ് ഒക്കെ ഇവർ ഫോളോ ചെയ്യുന്നുണ്ട് കൂടെ പറഞ്ഞു. നമുക്കൊന്ന് പോയോക്കെ എന്തൊക്കെയാണുള്ളത്. ഈ ക്യാമ്പസിൽ വന്നപ്പോൾ തന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത് ഇവിടെ കുറെ കോട്ടിങ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കിങ്ങളെ, ലേണിംഗ് ഇംഗ്ലീഷ് മീൻസ് യു ആർ പവർഫുൾ ഇൻ 2 ലാംഗ്വേജസ്, നോട്ട് ജസ്റ്റ് വൺ. സ്മോൾ സ്റ്റെപ്സ് ഇൻ ഇംഗ്ലീഷ് ലീഡ് ടു ബിഗ് പ്രോസസ്. ഇവിടെ എവിടെയെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കണം എന്നൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല. ആകെയുള്ളത് ഇതുപോലെ എന്തൊക്കെയോ ഒരു മോട്ടിവേറ്റിംഗ് വേർഡ്സ് മാത്രമാണുള്ളത്. ജസ്റ്റ് നമുക്ക് അവരെ ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെ നല്ലൊരു നോട്ടീസ് ബോർഡ് ഉണ്ട്. ഒരുപാട് സക്സസ് സ്റ്റോറി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ദിസ് സ്പേസ് ഈസ് വേക്കന്റ് ഫോർ യു. കഴിഞ്ഞ ഈ ഒരു വർഷം കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള വിജയങ്ങളൊക്കെയാണ് മുഴുവൻ എഴുതി വെച്ചിട്ടുള്ളത്. മാജിക്സ് നമ്മുടെ സ്ഥാപനം 5 വർഷമായി തുടങ്ങിയിട്ട് 60 അലുമിനൈ 44 റിസൾട്ടുകളോ, അത് ഭയങ്കര സംഭവം കേട്ടോ. 44 റിസൾട്ട്, ആകെ 60 അലുമിനൈ 5 വർഷമായിട്ടുള്ളൂ. ഒരുപാട് തുർക്കി ഗവൺമെന്റ് സ്കോളർഷിപ്പ് മാജിക്സ് വിദ്യാർത്ഥികൾ. പക്ഷെ അത് NIT കാലിക്കറ്റിലെ റാങ്ക് 110 ലക്ഷത്തിന്റെ സ്കോളർഷിപ്പ്. മാഷാഅല്ലാഹ്, ഭയങ്കര സംഭവമാണ്. ഏതായാലും പോയി നോക്കാം. ഇവിടെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്, ഇംഗ്ലീഷിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെ ഇവിടുത്തെ മെന്റർ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് പോയി നോക്കാം. You know more English than you think you do. Let's use it. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുക. നമ്മൾ പൊതുവെ ഒരു സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കാണാം, ചുമരിൽ കാണാൻ കഴിയും സ്പീക്ക് ഇംഗ്ലീഷ് ക്യാമ്പസ് നോക്കുക. പക്ഷെ എവിടെയും ഇംഗ്ലീഷ് ക്യാമ്പസ് സ്പീക്ക് ഇംഗ്ലീഷ് എഴുതിയിട്ടില്ല. നേരെ മറിച്ച് എഴുതിയത് മുഴുവൻ നിങ്ങളെ ഇംഗ്ലീഷ് ഒരു മോട്ടിവേറ്റീവ് വേർഡ്സ് മാത്രമാണ് ലോഡ്ത്ത് കാണുന്നത്. അവിടെ ഒരു റിസൈറ്റ് സ്വലാത്ത് ബിഫോർ എൻറ്ററിംഗ് ടു ദ ഫ്ലോർ എന്നൊക്കെ ഉണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സ്വലാത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കൂടെ അല്ലേ പോയി നോക്കാം. ഇവിടെ കുട്ടികളെ കണ്ടിട്ട് ഇംഗ്ലീഷ് ആണ് സംസാരിക്കുന്നത്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇവിടുത്തെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോൾ വേറൊരു സംഭവം കൂടെ നോട്ടീസ് ചെയ്തു. നിങ്ങള് ഇംഗ്ലീഷ് ഗിവ്സ് യു വിങ്സ്, സ്പീക്ക് ഇംഗ്ലീഷ് ആൻഡ് ചെക്ക് യുവർ വിങ്സ് അല്ലേ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല മോട്ടിവേറ്റിംഗ് വേർഡ്സ് മാത്രമേ എല്ലായിടത്തുള്ളൂ. ഇവിടെ അതേപോലെ തന്നെ ഇപ്പൊ അത് ഡോംസിന് ഉപയോഗിക്കൽ ആവശ്യമായിട്ടുള്ള ഫ്രേസുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ബാത്റൂമിന്റെ പരിസരത്ത് ബാത്റൂമുമായി ബന്ധപ്പെട്ടോ ക്യാൻറ്റീനിൽ പോയപ്പോൾ ക്യാൻറ്റീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രേസുകളൊക്കെ ഞാൻ കണ്ടു. അതുപോലെ തന്നെ ഇതിപ്പോ ഓരോ ഹാളിലും അവിടെ സ്റ്റഡി ഹാളിൽ പോയ സമയത്ത് സ്റ്റഡി ഹാളുമായി ബന്ധപ്പെട്ട ഫ്രേസുകളൊക്കെ. ഹലോ, how are you? Hey, hi, how are you? How are things going? Good. Fine. So somebody said me that something is happening here. What is it? എന്താണ് ഇവിടെ എന്തൊക്കെയോ സംഗതി ഉണ്ട്? What is it? Actually we have been having മലയാളത്തിൽ സംസാരിക്കാം. നമുക്ക് ഇവിടെ ഒരു 15 ദിവസമായിട്ട് നമ്മുടെ ക്യാമ്പസിൽ ഇംഗ്ലീഷിനെ പഠനം. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ പ്രധാനമായും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സ്പീക്ക് ചെയ്യാനുള്ള ഞാനുള്ള ഒരു ലക്ഷ്യത്തിലാണ് തുടങ്ങിയത്. ഇതിൻ്റെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഒരു കാർഡ് ബേസ് ഗെയിമാണ്. ക്യാമറയൊക്കെ സംസാരിക്കും. കാർഡ് ബേസ് ഗെയിമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ആരെങ്കിലും മലയാളം വാക്കല്ലേ വേറെ ഏതെങ്കിലും ലാംഗ്വേജോ അതിൻ്റെ എന്തെങ്കിലും വാക്ക് ഉപയോഗിച്ചാൽ അന്ന് ആൾക്ക് കാർഡ് ഇങ്ങനെ പാസ് ചെയ്യും. ഞാൻ ദിവസം കഴിയുമ്പോഴേക്കും ഈ ദിവസം ഏതെങ്കിലും ടൈമിൽ നമ്മുടെ ഇംഗ്ലീഷ് എൻ്റർ വരും. എന്നിട്ട് അദ്ദേഹം വന്നിട്ട് അടുത്ത കാർഡുള്ളത് കാർഡ് വാങ്ങിയ കാർഡുള്ള ആൾ എന്താ അയാൾക്ക് ഏതെങ്കിലും എക്സ്ട്രാ വർക്ക് എക്സ്ട്രാ ആക്ടിവിറ്റി മനസ്സിലായി. അതായത് ഒരു കാർഡ് ഉണ്ട് കയ്യില്. ഇവർ പറയുന്നതേ ഇങ്ങനൊരു കാർഡ് ഇവരെ കയ്യിലുണ്ട്. അപ്പൊ ഈ കാർഡ് ഇത് ആർക്കും കാണിക്കാൻ പറ്റൂല അല്ലെ? കിട്ടിക്കഴിഞ്ഞാല് ഓക്കെ, ഇങ്ങനത്തെ ഒരു കാർഡ് അവരെ കയ്യിലുണ്ടാവും. അപ്പൊ ആരാണോ മലയാളം സംസാരിക്കുന്നത് അപ്പൊ ഫസ്റ്റ് ഇത് ലീഡറുടെ കയ്യിലാണ് ഉണ്ടാവുക. ഇതിൽ ഒരു ലീഡറുടെ പേരൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് ലീഡർ എന്ന് പറഞ്ഞിട്ട് ഒരു പേരൊക്കെ ഉണ്ട്. അപ്പൊ ഇതെന്ത് ചെയ്യും ഇവര് ലീഡർ ആദ്യം മലയാളം സംസാരിക്കുന്ന ആൾക്ക് ഇത് കൈമാറും. അങ്ങനെ പിന്നെ കൈമാറി അടുത്ത മലയാളം സംസാരിക്കുന്ന ആൾക്ക് കൈമാറി അപ്പൊ ഇവിടുത്തെ ഇംഗ്ലീഷ് മെന്റർ ഇവരോട് ചോദിക്കും ആരെ കയ്യിലാണ് കാർഡ് ഉള്ളത്. ചോദിക്കുന്ന സമയത്ത് ആരെ കയ്യിലാണോ കാർഡ് ഉള്ളത് അപ്പൊ അയാൾക്ക് ഒരു എക്സ്ട്രാ വർക്ക് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അയാൾക്ക് ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ ഇത് സക്സസ്ഫുൾ ആണോ? ആക്ച്വലി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആക്ച്വലി ഇത് സക്സസ്ഫുൾ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയാം, എങ്കിൽ പോലും സംസാരിക്കുന്ന ടൈമിൽ വാക്കുകൾ കിട്ടാറില്ല. ഇപ്പൊ നോക്കുമ്പോൾ എല്ലാവർക്കും ഫ്ലുവൻ്റ് അല്ലേ എന്ന് വെച്ചാൽ ഗ്രാമറൊന്നും കറക്റ്റ് അല്ല, എങ്കിൽ പോലും
നോർമലി സംസാരിക്കുകയാണെങ്കിൽ അത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത് ഇന്നിപ്പോ അമേരിക്കയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ഒന്നും സ്കൂൾ വരെ പോവാത്ത ആൾ ഇംഗ്ലീഷാണ് സംസാരിക്കുക. അതായത് നമുക്ക് അങ്ങനത്തെ ഒരു ആംബിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു ആംബിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. നമ്മൾ മലയാളം സംസാരിച്ചത് ഒരിക്കലും മലയാളം പഠിച്ചിട്ടല്ലല്ലോ, ഗ്രാമർ മറ്റൊന്നും പഠിച്ചിട്ടല്ലല്ലോ മലയാളം സംസാരിച്ചത്. അത് നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചു വന്നു. അപ്പൊ അതുപോലെ ഇങ്ങനത്തെ ഒരു ആംബിയൻസ് ഇവിടെ ഉണ്ടാക്കിയെടുത്താൽ, ഒരു ക്യാമ്പസിൽ ഉണ്ടാക്കിയെടുത്താൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നതാണ് ഇവരുടെ എക്സ്പീരിയൻസ് എന്ന് ഇവർ പറയുന്നത്. ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ ഇവിടെ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പോയോക്കെ വളരെ പതുക്കെ. ഇവിടെ വേറൊരു കോട്ട് ഉണ്ട്, നിങ്ങൾ സ്പീക്ക് മോർ ഫിയർലെസ്, കൂടുതൽ സംസാരിക്കുക, പേടി കുറച്ച് മതി. അപ്പോൾ ഇതുപോലത്തെ ഇപ്പോൾ പൊതുവേ ഒരു ക്യാമ്പസിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റേ പിന്നെ സ്പീക്ക് ഇംഗ്ലീഷ് ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു വേർഡ് പോലും ഞാൻ എവിടെയും നോട്ടീസ് ചെയ്തിട്ടില്ല. ഇനി ഉണ്ടോന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കും. ഇതേപോലെ ഒരു നോട്ടീസ് ബോർഡ് ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു, വേർഡ്സ് ഓഫ് ദ ഡേ. ഓരോ ദിവസവും ഒരു 5 വേർഡ് ഇടും, അതിന്റെ പിന്നെ യൂസേജ്, പിന്നെ അതിന്റെ എക്സാമ്പിൾ ഒക്കെ ഉൾപ്പെടുത്തിയിട്ട്. അപ്പോൾ അതിലൊരു വേർഡ് ഞാൻ വെച്ചത് മെല്ലിഫ്ലസ് എന്നല്ല, അതെ മെല്ലിഫ്ലസ്. മലയാള അർത്ഥം മധുരമായ തേൻ പുരണ്ട, അല്ലെ? ആഖ്യാതാവിന്റെ മധുരമായ ശബ്ദം ആ ഓഡിയോ ബുക്ക് കേൾക്കാൻ ഇമ്പമുള്ളതാണ്. നല്ല വാക്കാണ് അല്ലെ? അപ്പോൾ നമ്മളെ പിന്നെ ഓഡിയൻസിന് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഒരു വേർഡ് ഇംഗ്ലീഷിൽ കൂടെ പഠിക്കാനായി. ഇനി ഇതിലൊരുപാട് വേർഡ് ഉണ്ട് അല്ലെ? പനാസിയ എന്ന് പറയുന്നത് സർവ്വരോഗ സംഹാരി അല്ലെ? സാങ്കേതിക വിദ്യ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള ഒരു സർവ്വരോഗ സംഹാരിയായി പലപ്പോഴും കാണാറുണ്ട് അല്ലെ? എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പനാസിയ എന്നുള്ള വേർഡാണ് പറയാം. അപ്പൊ ഇവിടുത്തെ കുട്ടികൾ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞോട്ടോ, നമ്മൾ ബാക്കിലാവണ്ട. ഒന്ന് പോയൊക്കെ അതെ. ഇവിടെ എന്തൊക്കെയോ എന്തോ സംഭവിക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? ഇന്നലെ ഒറ്റപ്പാടാണല്ലോ ഇറങ്ങി വരുമ്പോൾ തന്നെ സൗണ്ടാണ്. എന്താണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട് ഡിബേറ്റ്. ഓരോ കുട്ടിയുടെയും സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇംഗ്ലീഷ് സ്കില്ല് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് ഡിബേറ്റ്. ഇതുപോലെ പ്രോഗ്രാമുകൾ ഉണ്ടാവും, എന്ത് നടക്കാറുണ്ട്, എല്ലാ അറേഞ്ച്മെന്റും നടക്കാറുണ്ട്. നിങ്ങള് പ്രത്യേകിച്ച് ഈ TV-ലുള്ള ഒരു ഇംഗ്ലീഷ് പ്രോഗ്രാം അതിലൂടെ കുട്ടികളുടെ കഴിവുകൾ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് റേഡിയോ അവർ അത് അതായത് ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇവര് ഇപ്പൊ ഇവിടെ ഡിബേറ്റ് എന്ന് പറഞ്ഞ സ്പോർട്ട് പ്രോഗ്രാമാണ്. അപ്പൊ ഇപ്പൊ ഇയാൾക്ക് എത്രത്തോളാണ് ഇംഗ്ലീഷ് ഉള്ളത്, അതായത് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അങ്ങനെ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും. പിന്നെ മാത്രമല്ല, അപ്പൊ വേറെ പ്രോഗ്രാം പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് വീഡിയോ ഇടും. അപ്പൊ അതിന് ട്രാൻസ്ലേഷൻ അവരെ തുടങ്ങും. പിന്നെ ഈ ഒരു പിന്നെ കുട്ടികൾ ആരെങ്കിലും വന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പൊ അതുപോലെ തന്നെ ഐഡിയത്തോൺ നല്ലൊരു പ്രോഗ്രാമാണ്. എനിക്ക് തോന്നി ഐഡിയത്തോൺ എന്ന് പറഞ്ഞ ഒരു ഐഡിയ കൊണ്ടുവന്നിട്ട് ഇവിടെ അവതരിപ്പിക്കാം. അത് നല്ലൊരു ആശയമാണ്. അപ്പൊ അതുപോലെ ഓക്കെ, യു ക്യാൻ കണ്ടിന്യൂ യുവർ ഡിബേറ്റ്. ഓക്കെ, വെരി പിന്നെ കൺഗ്രാറ്റുലേഷൻസ്, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ഹാവ് യുവർ ഇംഗ്ലീഷ് ഇംപ്രൂവ്. യെസ് ഓഫ് കോഴ്സ്, അബ്സല്യൂട്ട്ലി. അവരൊക്കെ പിന്നെ ഇംഗ്ലീഷ് ഒരുപാട് മെച്ചപ്പെട്ടു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ നമുക്ക് ഓരോരുത്തരും നമുക്ക് ഒരു നല്ലൊരു ദിവസത്തിൽ വന്നിട്ട് ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കുറെ ഈ ഒരു റൂമുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഫ്രേസ് ആണ് വേണ്ടത്, അതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നല്ലൊരു പിന്നെ ഒരു സംഗതിയായിട്ട് ഇവരിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നതേ, നമ്മളൊക്കെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ആ ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റിയ ഒരു ആംബിയൻസ് ആണ്. അങ്ങനത്തെ ഒരു ആംബിയൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൾച്ചറിലേക്ക് നമ്മളൊക്കെ എത്തിയാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലത്തെ മറ്റു വ്ളോഗുമായിട്ട് നമുക്ക് വരണം. ഇതുപോലത്തെ ഉഷാറായിട്ടുള്ള സ്ഥാപനങ്ങൾ നമുക്ക് ഇനിയും കാണണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഈ വ്ളോഗ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ കൂടെ കുട്ടികളിൽ ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.